നമസ്കാരം. ആസ്ട്രോ ലൈഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യാഴമാറ്റത്തിന്റെ വിശകലന പരമ്പരയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രാശിചക്രത്തിലെ മൂന്നാമത്തെ രാശിയായ മിഥുനം രാശിക്കാരെക്കുറിച്ചാണ്. ജ്യോതിഷത്തിൽ വളരെ സവിശേഷതകൾ നിറഞ്ഞ ഒരു രാശിയാണ് മിഥുനം. ബുദ്ധിശക്തിയുടെയും വാക്ചാതുരിയുടെയും ഗ്രഹമായ ബുധനാണ് ഈ രാശിയുടെ അധിപൻ. അതുകൊണ്ട് തന്നെ അതീവ ബുദ്ധിശാലികളും നർമ്മബോധമുള്ളവരുമായിരിക്കും ഈ രാശിക്കാർ. ഇരട്ടകൾ ചിഹ്നമായി വരുന്ന ഈ രാശിക്കാർക്ക് ഏത് സാഹചര്യത്തോടും പെട്ടെന്ന് പൊരുത്തപ്പെടാനുള്ള കഴിവുണ്ട്. ഇതൊരു വായുരാശിയായതിനാൽ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചിന്തിക്കാനും കലകളിലും എഴുത്തിലും തങ്ങളുടേതായ മുദ്ര പതിപ്പിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവാണ്. ഇങ്ങനെയുള്ള സവിശേഷതകൾ നിറഞ്ഞ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലമായി കാര്യങ്ങൾ അത്ര അനുകൂലമായിരുന്നില്ല. കാരണം വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിൽ തന്നെ നിൽക്കുന്ന ജന്മവ്യാഴ കാലഘട്ടമായിരുന്നു അത്. മാനസിക വിഷമങ്ങളും തടസ്സങ്ങളും അനുഭവിച്ച നിങ്ങളെ തേടി ഇതാ ഒരു സുപ്രധാന മാറ്റം എത്തിക്കഴിഞ്ഞു. വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിൽ നിന്നും മാറി തൊട്ടടുത്ത ഭാവമായ രണ്ടാം ഭാവമായ ധനഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതും തന്റെ ഉച്ചരാശിയായ കർക്കടകത്തിലേക്ക്. കഴിഞ്ഞ കുറെ കാലമായി അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഒഴിഞ്ഞ് മിഥുനം രാശിയിലെ മകയിരം, തിരുവാതിര, പുണർത്തം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന ധനയോഗത്തെക്കുറിച്ചും അത്ഭുത മാറ്റങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ മാറ്റം മിഥുനം രാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർത്തം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള അത്ഭുതങ്ങളാണ് വരുത്താൻ പോകുന്നത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ധനയോഗം. വ്യാഴം രണ്ടാം ഭാവത്തിൽ വരുന്നത് ധനവ്യാഴം എന്നാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ കുറെ കാലമായി നിങ്ങളെ അലട്ടിയിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഈ കാലയളവിൽ ശാശ്വതമായ പരിഹാരമുണ്ടാകും. കടബാധ്യതകൾ തീർക്കാനും പുതിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. രണ്ടാം ഭാവം കുടുംബത്തെയും സംസാരത്തെയും സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹത്തിലും കുടുംബത്തിലും വലിയ വിലയുണ്ടാകും. തർക്കങ്ങളിൽ വിജയിക്കാനും ആളുകളെ ആകർഷിക്കാനും നിങ്ങളുടെ സംസാര ശൈലി കൊണ്ട് സാധിക്കും. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾ മാറി സമാധാനം കൈവരും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ആലോചനകൾ വരാനും സന്താനഭാഗ്യം കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ടാകാനും ഈ വ്യാഴമാറ്റം കാരണമാകും. ഇനി നമുക്ക് നക്ഷത്രങ്ങൾ തിരിച്ചുള്ള വിശകലനം നോക്കാം. മകയിര നക്ഷത്രം അവസാന പകുതി. വ്യാഴമാറ്റ ഫലം. ചൊവ്വ അധിപനായ മകയിര നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് വലിയ പുരോഗതിയുണ്ടാകും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ തടസ്സങ്ങൾ നീങ്ങും. തിരുവാതിര നക്ഷത്രം. വ്യാഴമാറ്റ ഫലം. രാഹു അധിപനായ തിരുവാതിര നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറച്ചുകാലമായി ഉണ്ടായിരുന്ന മാനസിക പിരിമുറുക്കങ്ങൾക്ക് ശമനമുണ്ടാകും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. ബിസിനസ് ചെയ്യുന്നവർക്ക് അവിചാരിതമായ ലാഭവും പുതിയ പങ്കാളിത്തവും ലഭിക്കാൻ യോഗമുണ്ട്. പുണർതം നക്ഷത്രം. ആദ്യ മുക്കാൽ ഭാഗം. വ്യാഴമാറ്റ ഫലം. വ്യാഴം തന്നെയാണ് പുണർതം നക്ഷത്രത്തിന്റെ അധിപൻ. സ്വന്തം അധിപൻ ഉച്ചസ്ഥിതിയിൽ വരുന്നതുകൊണ്ട് തന്നെ പുണർതം നക്ഷത്രക്കാർക്ക് ഈ സമയം സുവർണകാലമാണ്. പഠനത്തിൽ മികച്ച വിജയം, അംഗീകാരങ്ങൾ, വീട് അല്ലെങ്കിൽ വാഹനം സ്വന്തമാക്കാനുള്ള അവസരം എന്നിവ ഈ സമയത്തുണ്ടാകും. പരിഹാരമാർഗങ്ങൾ. വ്യാഴത്തിന്റെ ഈ അനുകൂല മാറ്റത്തിന്റെ ഗുണങ്ങൾ ഇരട്ടിയാക്കാനും ദോഷങ്ങളുണ്ടെങ്കിൽ അവ മാറാനും മിഥുനം രാശിക്കാർ താഴെ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുക. പൊതുവായ പരിഹാരം. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപായസമോ നെയ്വിളക്കോ വഴിപാടായി കഴിക്കുക. മകയിരം നക്ഷത്രക്കാർ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകം നടത്തുകയോ വഴിപാടുകൾ കഴിക്കുകയോ ചെയ്യുന്നത് ഉത്തമം. തിരുവാതിര നക്ഷത്രക്കാർ ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ധാരയോ പിൻവിളക്കോ വഴിപാടായി നൽകുക. രാഹുദോഷ പരിഹാരത്തിനായി നാഗദൈവങ്ങൾക്ക് വിളക്ക് വയ്ക്കുക. പുണർത്തം നക്ഷത്രക്കാർ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുന്നതും വ്യാഴപ്രീതിക്ക് ഏറ്റവും നല്ലതാണ്. ചുരുക്കത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നിങ്ങളെ അലട്ടിയിരുന്ന ജന്മവ്യാഴത്തിന്റെ കഷ്ടപ്പാടുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മിഥുനം രാശിക്കാർക്ക് പൂർണ്ണമായ മോചനമാണ് ഈ വ്യാഴമാറ്റം മുതൽ കാത്തിരിക്കുന്നത്. ധനഭാവത്തിലേക്ക് എത്തുന്ന വ്യാഴം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യോദയത്തിന് വഴി തുറക്കും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മിഥുനം രാശിയിലുള്ള നിങ്ങളുടെ നക്ഷത്രം മകയിരമാണോ, തിരുവാതിരയാണോ അതോ പുണർത്തമാണോ എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. കൂടുതൽ കൃത്യതയാർന്ന ജ്യോതിഷ വിശകലനങ്ങൾക്കായി ആസ്ട്രോ ലൈഫ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് രാശിചക്രത്തിലെ അടുത്ത രാശിയായ കർക്കടകം രാശിയുടെ അത്ഭുത ഫലങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു കാലഘട്ടം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.